Exercise 9.3 20th question. In a bank, principal increases continuously at the rate R% per year. Find the value of R if rupees 100 double itself in 10 years. അതായത് ഒരു ബാങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് കണ്ടിന്യൂസ്ലി അറ്റ് ദ റേറ്റ് ഓഫ് R% പെർ ഇയർ ആണ്. R% ഒരു ഇയറിൽ R% ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് R, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ? ഇഫ് 100 റുപ്പീസ് ഡബിൾ ഇറ്റ് സെൽഫ് ഇൻ 10 ഇയേഴ്സ്. 10 ഇയേഴ്സ് ആകുമ്പോൾ 100 റുപ്പീസ് 200 റുപ്പീസ് ആവും. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ, ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടി പറഞ്ഞാൽ ടൈം. ഗിവൻ പ്രിൻസിപ്പൽ ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് R% പെർ ഇയർ. അതായത് ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു R% എന്തിൻ്റെ? പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ. അപ്പോൾ R% ഇൻറ്റു പി എന്ന് വരും. ദെർഫോർ എന്ത് വരും? ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു R% മീൻസ് R/100 ഇൻറ്റു പി എന്ന് വന്നു. അപ്പോൾ എന്ത് ചെയ്യുക? ഈ പീനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ എന്ത് വരും? ഡി പി ബൈ പി ഈസ് ഈക്വൽ ടു R/100 ഇൻറ്റു ഈ ഡി ടി ഇങ്ങോട്ട് കൊണ്ടുപോകുക. ഡി ടി എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഇൻറ്റഗ്രൽ ഡി പി ബൈ പി ഇസ് ഈക്വൽ ടു R/100 എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ R/100 ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി ടി എന്ന് വരും. അപ്പോൾ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ലോഗ് പി എന്ന് വരില്ലേ? ലോഗ് പി ഇസ് ഈക്വൽ ടു R/100 ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി ടി മീൻസ് ടി പ്ലസ് ലോഗ് സി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ലോഗ് സീനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ എന്ത് വരും? ലോഗ് പി മൈനസ് ലോഗ് സി ഇസ് ഈക്വൽ ടു RT ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ദാറ്റ് മീൻസ് എന്ത് വരും? ലോഗ് പി ബൈ സി ഇസ് ഈക്വൽ ടു RT ഡിവൈഡഡ് ബൈ 100. ദെൻ രണ്ട് സൈഡിലും റേസ് ടു കൊടുക്കുക. റേസ് ടു കൊടുത്താൽ റേസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ ഇവിടെ റേസ് ടു ലോഗ് പി ബൈ സി എന്ന് പറഞ്ഞാൽ പി ബൈ സി എന്ന് വരും. റൈറ്റ് സൈഡിൽ എന്ത് വരും? റേസ് ടു RT ബൈ 100 എന്ന് വരും. ഓക്കെ, അപ്പം പി ബൈ സി ഇസ് ഈക്വൽ ടു റേസ് ടു RT ബൈ 100 എന്ന് വന്നു. അപ്പോൾ എന്ത് ചെയ്യുക? ഇനി എന്താണ്? ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക? ആദ്യത്തെ ഇനീഷ്യൽ എമൗണ്ട് എത്രയാണ് പറഞ്ഞത്? 100. അപ്പം ടി അതെപ്പോഴാണ്? ഫസ്റ്റ് ടി 0 ആകുമ്പോൾ പി ഈസ് ഈക്വൽ ടു 100 ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 100 ഡിവൈഡഡ് ബൈ സി ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ സി ഈസ് ഈക്വൽ ടു റേസ് ടു R ഇൻറ്റു 0 ബൈ 100. അപ്പോൾ എന്ത് വരും? 100 ബൈ സി ഈസ് ഈക്വൽ ടു റേസ് ടു 0. റേസ് ടു 0 മീൻസ് 1 അല്ലേ? അപ്പോൾ 100 ഡിവൈഡ് ബൈ സി ഈസ് ഈക്വൽ ടു 1. ദെർഫോർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സി ഈസ് ഈക്വൽ ടു 100 എന്ന് വരും. ദെർഫോർ ഇക്വേഷൻ നമ്പർ 1 എന്താവും? ഇക്വേഷൻ നമ്പർ 1 ബിക്കംസ് സിയുടെ വാല്യൂ 100. പി ബൈ 100 ഇസ് ഈക്വൽ ടു റേസ് ടു RT ബൈ 100. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എങ്ങനെ എഴുതാം? പി ബൈ 100 ഇസ് ഈക്വൽ ടു റേസ് ടു RT ബൈ 100. ഇനി എന്താ ഇതിൽ ക്വസ്റ്റനിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഓൾസോ ഗിവൺ ദാറ്റ് റുപ്പീസ് 100 വിൽ ഡബിൾ ഇറ്റ് സെൽഫ് ഇൻ 10 ഇയേഴ്സ്. അതായത് ടിയുടെ വാല്യൂ 10 ആകുമ്പോൾ പിയുടെ വാല്യൂ പ്രിൻസിപ്പൽ എമൗണ്ട് 200 ആവും. അങ്ങനെയാണെങ്കിൽ എന്തെഴുതാം? ഈ ഇക്വേഷനിൽ 200 ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു റേസ് ടു R ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്തായി? 2 ആയില്ലേ? 200 ഡിവൈഡ് ബൈ 100 2 ഇസ് ഈക്വൽ ടു റേസ് ടു ഇവിടെ എന്ത് വരും? R ബൈ 10 എന്ന് വരില്ലേ? 10 ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇനി എന്ത് ചെയ്യുക പറഞ്ഞാൽ രണ്ട് സൈഡിലും ലോഗ് എടുക്കുക. അപ്പോൾ ലോഗ് റേസ് ടു എക്സ് മീൻസ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ലോഗ് 2 ഇസ് ഈക്വൽ ടു ലോഗ് റേസ് ടു R ബൈ 10 എന്ന് വരും. ദാറ്റ് മീൻസ് ഇതിൻ്റെ ലോഗ് 2ൻ്റെ വാല്യൂ എന്ത് പോയി? R ബൈ 10 ആയി. അപ്പോൾ ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 10 ഇൻറ്റു ലോഗ് 2 ഇസ് ഈക്വൽ ടു R ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു ലോഗ് 2. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ലോഗ് 2ൻ്റെ വാല്യൂ 10 ഇൻറ്റു 0.6931. ദാറ്റ് മീൻസ് ഒരു പോയിൻ്റ് ഇങ്ങോട്ട് ഒരു 6.931 എന്ന് വരും R റേറ്റ്. അപ്പോൾ 6.931% എന്ന് ആൻസർ വരും. ക്ലിയർ?